തങ്ങളുടെ മാദക ശരീരത്തിൻ്റെ അഴകളവുകൾ കൊണ്ട് ഒരേ സമയം പ്രശസ്തരായ സംവിധായകരെയും നടന്മാരെയും ഒക്കെ മോഹിപ്പിക്കുകയും നാണിപ്പിക്കുകയും ചെയ്ത ഒരുപാട് നടിമാർ നമുക്കുണ്ട്. അവരിൽ മാധവി, സീമയും സുവർണ ഉൾപ്പെടെ ഇങ്ങ് സുനിത വരെയുണ്ട്. ഇവരിലെ ഏറ്റവും പ്രശസ്തയായ ഒരു നടിയാണ് 1987 നിറഭേദങ്ങൾ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ ചുവടുറപ്പിച്ച വിദ്യ എന്ന സുനിത. 1986 തമിഴ് ജനതയെ ആകെ ഇളക്കി മറിച്ച ഒരു സിനിമയായിരുന്നു കോടൈമഴ. ഈ ചിത്രത്തിലൂടെ രംഗപ്രവേശം ചെയ്ത ആന്ധ്ര സ്വദേശിനിയായിരുന്ന വിദ്യ കോടൈമഴ വിദ്യ എന്ന് പിൽക്കാലത്ത് തമിഴിൽ അറിയപ്പെട്ടു. അങ്ങനെ 1987 നിറഭേദങ്ങൾ എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തുകയും പിന്നീട് കണി കാണും നേരം എന്ന ചിത്രത്തിൽ അധികം വൈകാതെ അഭിനയിച്ചതോടുകൂടി തിരക്കുള്ള നടിയായിട്ട് മാറുകയും ചെയ്തു. അപ്പു എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായിട്ടും അവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് സ്നേഹസാഗരി ഉൾപ്പെടെയുള്ള ഒരുപാട് ചിത്രങ്ങൾ, പ്രശസ്ത സംവിധായകനായ സത്യൻ അന്തിക്കാട് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ ഒപ്പം അവർ അഭിനയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങളിൽ താൻ ഒരിക്കലും അഭിനയിക്കില്ല എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ IV ശശി എന്ന സംവിധായകൻ്റെ മുന്നിലെത്തിയപ്പോൾ അവർ തൻ്റെ ഈ പിടിവാശി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. അതായത് നീലഗിരി എന്ന ചിത്രത്തിൽ നമ്മുടെ സുനിത അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു മാർക്കറ്റിൽ മുട്ടയും അതുപോലത്തെ പലവിധ സാധനങ്ങളും വിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. ആ മാർക്കറ്റിൽ തന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ കഥാപാത്രം അവതരിക്കുന്നു. പുള്ളിയും കുറേയേറെ സാധനങ്ങൾ മാർക്കറ്റിൽ വിൽക്കുവാനായിട്ടാണ് വന്നത്. അപ്പോൾ ഒരു സാഹചര്യത്തിൽ ആളുകളൊക്കെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനടുത്ത് നിന്ന് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ തൻ്റെ കച്ചവടം കുറഞ്ഞു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരറ്റക്കൈയായിട്ട് തൻ്റെ നഗ്നമായ തുടകൾ ആളുകളുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുകയും അങ്ങനെ കസ്റ്റമേഴ്സിനെ കൂട്ടുകയും മമ്മൂട്ടിയുടെ ബിസിനസ്സിനെ പൊളിക്കുവാനായിട്ട് തൻ്റെ ശരീരം ആവോളം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് അഭിനയിച്ചത്. അതോടുകൂടി ആരുടെയും മുന്നിൽ തൻ്റെ ശരീരം കാണിക്കില്ല എന്നുള്ള പിടിവാശി അവർക്ക് ഈ ഒരു ചിത്രത്തോടെ ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് അവർ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നീലഗിരി എന്ന ചിത്രം ഉദ്ദേശിച്ചതുപോലെ വലിയ ഒരു വിജയം ഒന്നും ആയി മാറിയിട്ടുമില്ല. പിന്നീട് അവർ കുറേ കാലത്തിന് ശേഷം പതിയെ സിനിമ അഭിനയമൊക്കെ നിർത്തി. ഒരു കാലത്ത് മലയാളത്തിലെയും തമിഴിലെയും കന്നഡയിലെയും തെലുങ്കിലെയൊക്കെ പ്രശസ്തയായ നടിയായിരുന്നു. പിന്നീട് അവർ വിവാഹമൊക്കെ കഴിച്ച് ഇന്ന് അമേരിക്കയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരൊരു നടി എന്നതിലുപരി നല്ലൊരു നർത്തകിയാണ്. 3-ാം വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ച് ഇവർ 11-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. അപ്പം ഭരതനാട്യത്തിൻ്റെ നല്ലൊരു നർത്തകിയായിട്ട് അന്നും ഇന്നും ഒരുപോലെ അറിയപ്പെടുകയും സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഇവർ പല സംവിധായകരെയും നടന്മാരെയും ഒക്കെ തൻ്റെ ശരീരത്തിൻ്റെ സുഭഗത കൊണ്ട് മോഹിപ്പിച്ചു. ഒപ്പം പ്രേക്ഷകരെയും അങ്ങനെ ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങളിൽ ഒട്ടും അഭിനയിക്കാതിരുന്ന സുനിത അല്ലെങ്കിൽ വിദ്യ എന്ന നടി നമ്മുടെയൊക്കെ മുന്നിൽ ഇന്നും തൻ്റെ അഭിനയ ചാതുര്യം കൊണ്ടും മനോഹരമായ ആ അഭിനയം കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. മുകേഷ്, സിദ്ദിഖ്, ജഗദീഷ് ഇവരുടെയൊക്കെ ഒപ്പം ഉള്ള പല ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുമുണ്ട്.